ഏതൊരു സമയത്തും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പൈൻ ഫോറസ്റ്റ്. വാഗമണ്ണിലെ ടീ ലേക്കിലാണ് നമ്മൾ ആദ്യം പോയത്. ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. വാഗമണ്ണിലെത്തുന്ന എല്ലാവരും തന്നെ പോകുന്ന ഒരു സ്പോട്ടാണ് പൈൻ ഫോറസ്റ്റ്. ഇത് പൈൻ ഫോറസ്റ്റിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ്. നമ്മൾ മാക്സിമം വാഹനം റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുരിശുമല, മൊട്ടക്കുന്ന്, പൈൻ വാലി, ഇവിടെ നിന്നും 100 മീറ്റർ ദൂരമുണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക്. വാഗമൺ ഏലപ്പാറ റൂട്ടാണിത്. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം 5.5 കിലോമീറ്റർ ദൂരമുണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക്. ഈ വഴിയോട് ചേർന്ന് ഒരുപാട് കടകളുണ്ട്. വാഗമൺ എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. സീസൺ ടൈമിൽ സാധാരണയിലും വളരെയധികം തിരക്കുണ്ടാവാറുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് പൈൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി പാസ്. നമ്മൾ ടിക്കറ്റ് എടുത്തു പൈൻ വാലിയിൽ എത്തിയിരിക്കുകയാണ്. ട്രോപ്പിക്കൽ പൈൻ റിസർവ് ഗാർഡൻ, കോലാഹലമേട്. നല്ല പേരല്ലേ? ഇവിടെ കുറേ ജന്മനക്ഷത്ര വൃക്ഷങ്ങളുടെ പേരുകൾ കാണാം. പിന്നെ ഇവിടെ ലൈവ് ഫോട്ടോഗ്രാഫി. ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ സ്പോട്ടിൽ ലാമിനേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ പറയുന്ന ഡിസൈനിൽ ചെയ്തു തരും. വീഡിയോ ഷൂട്ടിംഗ്, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി, കപ്പിൾ ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണിത്. അതിനൊക്കെ പ്രത്യേകം ഫീസുണ്ട്. ഇടതൂർന്ന പൈൻമരക്കാടാണ്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴി കുറച്ച് താഴെ വരെയും കല്ല് പാകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എവിടെ നിന്നാലും നല്ല കിടിലൻ ക്യാൻവാസാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. പിന്നെ ഈ പൈൻ ഫോറസ്റ്റ് നമുക്ക് ഏതൊരു സമയത്തും സന്ദർശിക്കാവുന്നതാണ്. കാരണം ഇവിടെ എപ്പോഴും നല്ല തണലായിരിക്കുമല്ലോ. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ വേണേലും ഇരുന്ന് റിലാക്സ് ചെയ്യുവാനൊക്കെ പറ്റും. മുകളിലേക്ക് നോക്കുമ്പോൾ പൈൻമരങ്ങൾ ഇങ്ങനെ ചില്ലകൾ തൊട്ടുരുമി നിൽക്കുന്ന കാഴ്ചയാണ്. അതിനിടയിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം. പൈൻമരത്തിൻ്റെ ഇലകളും ചെറിയ കമ്പുകളും നിലത്ത് വീണ് മെത്ത പോലെ കിടക്കുന്ന കാഴ്ചയാണ്. ഈ നിലത്തിങ്ങനെ വീണ് കിടക്കുന്നത് ശരിക്കും ടൈൽസിനേക്കാളും മിനുസമാണ്. തെന്നി വീഴാൻ നല്ല സാധ്യതയുണ്ട്. ശരിക്കും നോക്കി നടക്കണം. ഇവിടെയൊക്കെ കുത്തനെയുള്ള ഇറക്കമുള്ള സ്ഥലവുമാണ്. പല പല വഴികളുണ്ട് ഇവിടെ. ഇവിടെ നിന്നും പിന്നെയും താഴേക്ക് പോകാനും വഴിയുണ്ട്. താഴേക്ക് കുറച്ചുകൂടി നല്ല കാടാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴിയിലൂടെയല്ല തിരിച്ച് മുകളിലേക്ക് നടക്കുന്നത്. ഇത് വേറെ ഒരു വഴിയാണ്. വാഗമണ്ണിലെ പൈൻമരത്തോട്ടം ഏതാണ്ട് 6 ഏക്കറോളം ഉണ്ടെന്നാണ് അറിവ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ പൈൻമരക്കാടുകളെന്ന് കരുതപ്പെടുന്നു. 20 വർഷത്തിലൊരിക്കൽ വെട്ടിമാറ്റുന്ന ഈ മരത്തിൻ്റെ പൾപ്പ് ഉപയോഗിച്ചാണ് കറൻസി അച്ചടിക്കുവാനുള്ള പേപ്പർ നിർമ്മിക്കുന്നത്. ഇവിടെ കുറേ അനിമൽസിൻ്റെ ഫുട് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ പക്ഷികളുടെ കാലുകളും. അപ്പോൾ പൈൻ ഫോറസ്റ്റിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ് വാഗമണ്ണിലെ അടുത്ത ലൊക്കേഷനിലേക്ക്.